ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ ഡിജിറ്റൽ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ആഗോള ടെക് ഭീമനായ മെറ്റയുടെ കീഴിലുള്ള വാട്സാപ്പിന്റെ പരിഷ്കരിച്ച സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ വെറുമൊരു ശാസനയല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും പൗരന്റെ സ്വകാര്യതാ അവകാശത്തിന്റെയും പ്രഖ്യാപനമാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഡിജിറ്റൽ ലോകത്തെ പുതിയ നിയമക്രമങ്ങൾക്ക് അടിത്തറയിടുന്നതാണ്. എന്താണ് വാട്സാപ്പിന്റെ പുതിയ നയം? കുറച്ചു കാലം മുൻപാണ് വാട്സാപ്പ് തങ്ങളുടെ സ്വകാര്യതാ നയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചത്. ഉപയോക്താക്കളുടെ വിവരങ്ങൾ മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി പങ്കിടുക എന്നതായിരുന്നു ഈ മാറ്റത്തിന്റെ കാതൽ. ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ, കോൺടാക്റ്റുകൾ, ഉപയോഗക്രമം, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ വിവരങ്ങൾ മെറ്റയുടെ മറ്റ് ആപ്പുകൾക്കും ലഭ്യമാക്കുന്നതിലൂടെ പരസ്യങ്ങൾ കൂടുതൽ കൃത്യമായി ഉപയോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ബിസിനസ് തന്ത്രമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണിയാണെന്ന വാദവുമായി നിരവധി പേർ കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയുടെ കർശന നിലപാട് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കവേ മെറ്റ അധികൃതരെ അതിശക്തമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കാൻ വിമുഖത കാണിക്കുന്ന കമ്പനികൾക്ക് ഇവിടെ തുടരാൻ അവകാശമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതോടൊപ്പം ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകാമെന്ന് കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പ് നൽകി. വിദേശ കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വെറും നോക്കുകുത്തിയല്ല എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. ഇന്ത്യക്കാരുടെ ഡാറ്റയുടെ ഒരു അക്കം പോലും ചോരരുത് എന്ന കോടതിയുടെ വാചകം ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിൽ കോടതി എത്രത്തോളം ഗൗരവത്തിലാണ് എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് വിദേശ കമ്പനികൾക്ക് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്കായി യഥേഷ്ടം ഉപയോഗിക്കാൻ വിട്ടു നൽകില്ലെന്ന് കോടതി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉപയോക്താക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ വിവരങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരം ഉറപ്പു നൽകുന്ന സ്വകാര്യതാ അവകാശത്തെ ഹനിക്കുന്ന യാതൊരു നീക്കവും കോടതി അനുവദിക്കില്ല. മൗലികാവകാശം എന്ന നിലയിൽ 2017-ലെ പുട്ടുസ്വാമി വിധിയുടെ സ്വകാര്യത ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. ഈ വിധിയുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളെയും കാണേണ്ടത്. വാട്സാപ്പ് ഒരു സൗജന്യ സേവനമാണെന്ന വാദമുയർത്തി ഉപയോക്താക്കളുടെ ഡാറ്റ വിൽക്കാനോ പങ്കിടാനോ കമ്പനിക്ക് അവകാശമില്ല. ഉപയോക്താവ് ആ ആപ്പ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അയാൾ തന്റെ സ്വകാര്യത കമ്പനിക്ക് പണയം വെച്ചുവെന്ന് അർത്ഥമില്ല. ലോകത്ത് മെറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. വാട്സാപ്പിന്റെ വലിയൊരു വിപണി ഇവിടെയാണ്. ഇത്രയും വലിയ ലാഭം കൊയ്യുന്ന ഒരു വിപണിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇവിടുത്തെ നിയമങ്ങൾ ശിരസാ വഹിക്കാനും കമ്പനി ബാധ്യസ്ഥനാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലുള്ള കർശനമായ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ഇന്ത്യയിലും നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തവുമാണ്. യൂറോപ്പിൽ നൽകാത്ത പല സ്വകാര്യതാ വിട്ടുവീഴ്ചകളും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ മെറ്റ ശ്രമിക്കുന്നുവെന്ന ആരോപണം കോടതിയുടെ ഗൗരവമായ പരിഗണനയിലുമുണ്ട്. മുന്നോട്ടുള്ള പാത ഈ കേസ് ഇന്ത്യയിലെ ഭാവിയിലെ ഡിജിറ്റൽ നിയമനിർമ്മാണങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കും. നിലവിൽ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൂടുതൽ ശക്തമായി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത കോടതിയുടെ ഈ നിരീക്ഷണങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. കമ്പനികൾ അവരുടെ ബിസിനസ് മോഡലുകൾ ഇന്ത്യൻ നിയമങ്ങൾക്ക് അനുസൃതമായി മാറ്റിയേ മതിയാകും. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് പൗരന്റെ സ്വകാര്യതയ്ക്ക് മേലുള്ള വെല്ലുവിളികളും വർദ്ധിച്ചു വരികയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ജുഡീഷ്യറി കൈക്കൊള്ളുന്ന കർക്കശമായ നിലപാടുകൾ ജനാധിപത്യത്തിന് കരുത്ത് പകരുന്നുണ്ട്. രാജ്യം ആദ്യം, പൗരന്റെ അവകാശം ആദ്യം എന്ന സന്ദേശമാണ് സുപ്രീം കോടതി മെറ്റയ്ക്ക് നൽകിയിരിക്കുന്നത്. മെറ്റ പോലുള്ള വൻകിട കമ്പനികൾക്ക് കോടതിയുടെ ഈ ഉത്തരവിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വരും ദിവസങ്ങളിൽ സ്വകാര്യതാ നയത്തിന് എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്.